അപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു മാറ്റൽ ചടങ്ങും പിന്നെ അതിന്റെ ഇടയിൽ ശാന്തി മുഹൂർത്തമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കഥ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ലാഗായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ 2-3 ദിവസവും കൂടി എടുത്താണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ആ ഒരു വിവാഹം, ആ ഒരു രണ്ടാമതുള്ള താലികെട്ടലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും കൊതിക്കുന്നത്. പക്ഷേ ഭയങ്കര ലാഗാവുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറഞ്ഞു വരുവാണ്. എന്തായാലും എന്തൊക്കെ സംഭവിക്കാം, ഇനി സച്ചി വരുന്നത് കൂടി ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് രേവതി. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. ആദ്യം ഇത് മനസ്സോടെയാണ് രേവതിയും സച്ചിയും വിവാഹം കഴിച്ചതെങ്കിൽ പോലും പിന്നീട് രേവതി സച്ചിയെ പ്രണയിക്കാനും സച്ചി രേവതി ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടിയുള്ള ഈ ഒരു ചടങ്ങിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് രേവതി ആഹ്ലാദിച്ചാണ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിലും രേവതിയുടെ വീട്ടുകാരെ എല്ലാവരെയും കുറ്റം പറയാനും ചടങ്ങ് അലങ്കോലമാക്കാനും രേവതി വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് രേവതിയുടെ വീട്ടുകാരെയും പിന്നെ രേവതിയുടെ കുടുംബക്കാരെ എല്ലാവരെയും കുറ്റം പറയുന്നുണ്ട്. കാരണം രേവതിയുടെ ബന്ധുക്കളൊക്കെ വന്ന സമയത്ത് അവർ മോശക്കാരാണെന്നും അല്ലെങ്കിൽ ഭാമയോട് പറയുവാണ് അവർ മോശക്കാരാണ്, പൈസ അത്യാവശ്യം ഇത് കുടുംബക്കാരാണെങ്കിൽ കുറച്ച് പൈസയും കുറച്ച് തൊലിവെളുപ്പമൊക്കെ വേണം, ഇതൊന്നുമില്ല, പക്ഷെ അത് ശ്രുതിയെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ ഭയങ്കരമായിട്ട് പൊക്കി വെച്ചുകൊണ്ട് രേവതിയെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുവാണ്. എന്നാൽ ഇതൊന്നും ഭാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചന്ദ്രമതി രേവതിയുടെ ആ ഒരു കുടുംബക്കാരെ കുറ്റപ്പെടുത്തുമ്പോഴും അല്ലെങ്കിൽ രേവതിയെ കുറ്റപ്പെടുത്തുമ്പോഴും ചടങ്ങിനിടയിൽ ഓരോ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിൽ പറയുമ്പോഴെല്ലാം ഭാമ അപ്പപ്പോ തക്ക മറുപടി ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഭാമ ചന്ദ്രമതിക്ക് കൊടുത്ത മറുപടി എന്ന് പറയുമ്പോൾ, അപ്പൊ നീയും ഒരു സ്ത്രീ അല്ലല്ലേ, ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നീയല്ലേ പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ കുറച്ച് തൊലിവെളുപ്പും പൈസയൊക്കെ വേണമെന്ന്, നിനക്കും പൈസയൊന്നും ഇല്ലല്ലോ, നീയും ഒരാളെ നിന്ന് കടം വാങ്ങിച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പൊ നീയും അങ്ങനെയാണല്ലേ എന്നൊക്കെ ഭാമ പറയുകയും വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അപ്പപ്പോഴുള്ള മറുപടികൾ ഭാമ കൊടുത്തു പോവാണ്. എന്തായാലും ആ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ആദ്യമോ ശ്രുതിയുടെ അമ്മയോ അവിടെ ഉള്ള കാര്യം ശ്രുതി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം അവിടെ നടക്കും. എന്തായാലും ശ്രുതിയുടെ ആ ഒരു രഹസ്യങ്ങളെല്ലാം പുറത്താവും. അപ്പോൾ രേവതി റൂമിൽ നിന്ന് പുറത്തു പോകുന്നത് കണ്ടിട്ട് രേവതിയുടെ റൂമിലൊക്കെ എത്തി നോക്കുന്നുണ്ട്. അത് അവിടെ ആരാണ് ഉള്ളത് അല്ലെങ്കിൽ ആരാണ് കിടക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഓരോ സംസാരങ്ങളും തർക്കങ്ങളൊക്കെ എന്തായാലും ആ ഒരു ആഘോഷത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ രേവതി സമയമായപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, രേവതി പോയി ഒരുങ്ങിയിട്ട് വാ, എന്തായാലും സമയം ആവാറായില്ലേ. അപ്പോൾ സച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ സച്ചി എത്താറായി, ഇപ്പം എത്തും എന്ന് എന്നോട് പറഞ്ഞിരുന്നു, അപ്പോൾ ഇപ്പം എത്തും, എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിലേ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയോട് പോയി ഒരുങ്ങാൻ പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ മരുമകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ റൂമിലാണെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം, കാരണം കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ, രണ്ടുപേരും റൂം അടച്ചിരിക്കാനായിട്ട്, അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ പറഞ്ഞു വിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് രേവതിയും സച്ചിൻ തമ്മിലുള്ള ഒരു വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, ഒരു ചടങ്ങാണ്. അപ്പോൾ രേവതിയെ സുന്ദരിയാക്കി ഒരുക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമല്ലോ, അതുകൊണ്ട് രേവതി ഒന്ന് ഒരുക്കിയിട്ട് വാ എന്ന് ശ്രുതിയോട് പറയുകയും, പക്ഷെ ആ ഒരു പറച്ചിൽ ഒട്ടും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവൾ എന്തിനാ ഒരുക്കേണ്ടത് അല്ലെങ്കിൽ അവൾ എന്തിനാ ഒരുക്കണ ആവശ്യം, അവൾ സ്വന്തമായിട്ട് ഒരുങ്ങത്തില്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മ കുഴപ്പമില്ല, ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങിക്കോളാം, കുഴപ്പമില്ല. പക്ഷെ അച്ഛമ്മയ്ക്ക് നിർബന്ധമുണ്ട് ശ്രുതി ഇന്ന് രേവതിയെ ഒരുക്കണമെന്ന്. അപ്പോൾ ചന്ദ്രമതി ഒരുപാട് വട്ടം പറഞ്ഞുവെങ്കിലും അച്ഛമ്മയുടെ മുന്നിൽ ഒരിക്കലും ചന്ദ്രമതിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അവസാനം ശ്രുതി തന്നെ രേവതിയെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ നേരെ രേവതി റൂമിലോട്ട് ചെന്നപ്പോൾ ആദ്യം സുഖം ഉറക്കത്തിലാണ്. അപ്പോൾ ആദ്യം വിളിച്ചുണർത്തണ്ട എന്ന് വിചാരിച്ചിട്ട് വേറൊരു റൂമിൽ പോയാണ് ശ്രുതിയും നമ്മുടെ രേവതിയും ഒരുങ്ങുന്നത്. പക്ഷെ ആ ഒരു റൂമിൽ കയറിയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശ്രുതിക്ക് ആ ഒരു ആദ്യം അവരെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കണ്ട് അവരെ മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു.
എന്തായാലും സത്യം പുറത്തു വരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ നിമിഷവും ഓരോ തടസ്സങ്ങൾ വന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രേവതിയെ നല്ല സുന്ദരിയായിട്ട് ശ്രുതി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് സച്ചി വരുന്നത്. സച്ചിയും ശ്രീകാന്തും അകത്തോട്ട് വരുന്ന സമയത്താണ് രേവതി ഒരുങ്ങി പടിക്കെട്ട് ഇറങ്ങി വരുന്ന കാണുന്നത്. അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ സച്ചിയുടെ ആ ഒരു മുഖഭാവം എല്ലാം മാറി. സച്ചി ഇങ്ങനെ എന്തോ ഒരു ഇതിൽ നോക്കി നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. കാരണം അത്രത്തോളം രേവതി സുന്ദരിയായിരുന്നു. രേവതിയെ കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രേവതി ഇതുവരെ സച്ചിയുടെ മുഖത്തില്ലാത്ത ഒരു പ്രണയമായിരുന്നു ആ ഒരു നിമിഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ശ്രീകാന്ത് വിളിക്കുന്നത് പോലും സച്ചിക്ക് ഓർമ്മയില്ല. അങ്ങനെ രേവതി അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും സച്ചിയുടെ മനസ്സിൽ പതിയുന്നില്ല. രേവതിയുടെ ആ ഒരു മുഖമാണ്, രേവതിയുടെ ആ ഒരു സൗന്ദര്യമാണ് സച്ചിയുടെ മനസ്സിൽ പതിഞ്ഞത്. അങ്ങനെ നേരെ രേവതിയോട് പോയിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയാണ്, നല്ല പോലെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ഇത് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല സുന്ദരിയാണ് എന്നൊക്കെ സച്ചി രേവതിയോട് പറയുകയും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രവീന്ദ്രനും അച്ചമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി. രേവതിയും സച്ചിയും ഒരുപാട് സന്തോഷത്തോടെ പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിതം നയിക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനമാറ്റമൊക്കെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി നേരെ പടിക്കെട്ട് കയറാനായിട്ട് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാളെ എന്തോ ഒരു കണ്ടതുപോലെ തോന്നുന്നു. അങ്ങനെ സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി. അപ്പോൾ ശ്രുതി അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ബില്ലടയ്ക്കുന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയെ കണ്ടിരുന്നു. അന്ന് ശ്രുതിയും സച്ചിൻ തമ്മിൽ ചെറുതായിട്ട് ഉടക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയല്ലേ, ഇവളെന്താ ഇവിടെ, ഈ ഫ്രോഡ് എന്താ ഇവിടെ എന്ന് ചോദിക്കുകയും ഫ്രോഡെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയം തോന്നി, അല്ലെങ്കിൽ അച്ചമ്മയ്ക്കും രവീന്ദ്രനും ഒരു അത്ഭുതം തോന്നി. ഇവനെന്താ ഇവളെ ഫ്രോഡെന്ന് വിളിക്കുന്നത്, അപ്പോൾ ഇയാൾ എന്താ ഇവിടെ, ഈ ഒരു മര്യാദയ്ക്ക് സംസാരിക്കാത്ത ഇയാൾ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തുകയും ശ്രുതിയെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ ഇതിൻ്റെ ഇടയിൽ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണെന്നും അന്ന് എനിക്ക് ഇവളുടെ സ്വഭാവം മുഴുവൻ മനസ്സിലായതെന്നും ഈ ഫ്രോഡ് എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് ശേഷമാണ് രവീന്ദ്രൻ പറയുന്നത്, ഇതാണ് ശ്രുതി കെട്ടാൻ പോകുന്ന പെൺകുട്ടി, ശ്രുതി നിന്റെ ഏട്ടത്തിയമ്മയായിട്ട് വരാൻ പോകുന്നത് ഇവളാണ് എന്ന് പറയുകയും അങ്ങനെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവസാനം അച്ഛമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട, നീ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പറയുകയും എന്നിട്ട് ശ്രീകാന്ത് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും സച്ചിക്ക് അത് പറയാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ സച്ചി ശ്രീകാന്തിനെ അവിടെ നിർത്തിയിട്ട് വീണ്ടും ഇറങ്ങി വന്നതിന് ശേഷം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്, കാരണം ഇവനും ഫ്രോഡാണ് നീയും ഫ്രോഡാണ്, പക്ഷേ ശ്രുതിയെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ, അവന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവന്റെ മുൻകാല ചരിത്രം എന്താണ്, അവന്റെ രീതി എന്താണ്, എന്തെല്ലാം നിനക്ക് എന്തെങ്കിലും അറിയാമോ, നീ എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടാണോ ഇവനുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, ഇവൻ മുമ്പ് നടന്ന, അല്ലെങ്കിൽ നിന്നെ കാണുന്നതിന് മുന്നേ ഇവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സംസാരം, അതായത് സച്ചി സത്യങ്ങൾ തുറന്നു പറയും എന്ന് തോന്നിയ ആ ഒരു നിമിഷം ചന്ദ്രമതി സച്ചി തടയുകയും എന്നിട്ട് മുഹൂർത്തത്തിന് സമയമായി ഇതുവരെയും കളിച്ചുകൊണ്ട് നിൽക്കുവാണോ, പെട്ടെന്ന് പോവാനായിട്ട് സച്ചിയോട് പറയുകയും രവീന്ദ്രനും അച്ഛമ്മയും പറഞ്ഞു വിട്ടിട്ട് സച്ചി പോവാണ്. പക്ഷെ സച്ചി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചേരും, കാരണം രണ്ടുപേരും ഫ്രോഡാണ്, രണ്ടുപേരും മറ്റുള്ളവരെ കബളിപ്പിക്കുന്നവരാണ്, രണ്ടുപേരും ഒരുപോലെ ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോട് അകത്ത് കയറി പോവാൻ പറയുകയാണ്. പക്ഷെ ചന്ദ്രമതി ഇവിടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട, അപ്പൊ തന്നെ മറന്നു കളഞ്ഞേക്ക്, എന്തായാലും കുഴപ്പമില്ല, ഞാൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് മനസ്സിൽ ദേഷ്യപ്പെട്ടതേ ഉള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അവിടെ ചന്ദ്രമതിയോട് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി നേരെ റൂമിൽ പോയി ഒരുങ്ങി സുന്ദരനായി വന്നു. രേവതി നോക്കുമ്പോൾ സച്ചി നല്ല സുന്ദരനായിട്ടുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും അവിടെ ഇരുന്ന് ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങളെ ഏകദേശം സച്ചിക്ക് അറിയാം. അപ്പോൾ പക്ഷേ സച്ചിയാണ് രേവതിയുടെ ഭർത്താവ് എന്ന് ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ആദ്യമുള്ള കാര്യവും ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ആദിയും ശ്രുതിയും അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദി ശ്രുതിയെ ആന്റിന്ന് പോയി വിളിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താകും. അങ്ങനെ ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താകുമോ അതോ ഇല്ലയോ, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.